നമസ്കാരം. IPL തുടങ്ങാൻ ഇനി അധിക നാളുകൾ നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്ന് നമുക്കറിയാം. ഇക്കുറി വീണ്ടും ഒരു T20 ലോകകപ്പ് നേട്ടത്തിന്റെ ആലസ്യത്തിലാണ് നമ്മൾ ശരിക്കും ഇരിക്കുന്നത് എന്നുകൂടി നമ്മൾ പറയണം. ഇന്ത്യ IPLനെ വരവേൽക്കാൻ ഒരുങ്ങുന്നതും അത്തരത്തിലൊന്നിലൂടെയാണ്. ഇത്രയും അധികം നേട്ടങ്ങൾ ശരിക്കും ഉണ്ടാക്കിയ വർഷമാണ് ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് കടന്നുപോയത് എന്നുകൂടി നമ്മൾ പറയേണ്ടതായുണ്ട്. എങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിഹാസ താരങ്ങളിൽ ചിലരുടെ ഭാവിയെക്കുറിച്ച് അടുത്തിടെ വന്ന ചില റിപ്പോർട്ടുകളിൽ ചിലതൊട്ടും ആശാവഹമായ കാര്യങ്ങളല്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് രോഹിത് ശർമ്മയുടെ ഈ IPL സീസണിലെ സ്ഥാനത്തെക്കുറിച്ചും നായകൻ ഹർദിക് പാണ്ഡ്യയുടെ മുന്നറിയിപ്പിനെ കുറിച്ചുമുള്ള ഒരു സാമൂഹ്യ മാധ്യമങ്ങളിൽ തന്നെ പ്രചരിക്കുന്ന അല്ലെങ്കിൽ പ്രചാരണങ്ങൾ ആരാധകർക്കിടയിൽ തന്നെ വലിയ ആശങ്ക ഉണ്ടാക്കുന്നു എന്നതിനൊരു അടിസ്ഥാനമാണ്. കഴിഞ്ഞ തവണ 2024 ലോകകപ്പ് നേടിയതിന് പിന്നാലെയാണ് കോഹ്ലിയും രോഹിത്തും T20യിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചത്. അതിനുശേഷം ചരിത്രത്തിൽ ആദ്യമായി RCB കിരീടം നേടിയതോടെ വിരാട് കോഹ്ലിയെ സംബന്ധിച്ച് കഴിഞ്ഞ സീസൺ എന്തുകൊണ്ടും നല്ല പ്രതീക്ഷ നൽകുന്ന ഒന്നായിരുന്നു എന്നുകൂടി നമുക്ക് പറയാൻ സാധിക്കുന്നു. എന്നാൽ രോഹിത്തിന്റെ കാര്യം മറിച്ചാണ് എന്നുകൂടി നമ്മൾ അറിയണം. ടീം മൊത്തത്തിലായാലും വ്യക്തിഗത പെർഫോമൻസ് ആയാലും അത്ര നല്ല സീസൺ ആയിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ രോഹിത് ശർമ്മയ്ക്ക് കഴിഞ്ഞത്. അത് നമുക്ക് ഓർക്കാൻ പോലും സാധിക്കാത്ത ഒന്നാണ്. അതിനിടയിൽ രോഹിത്തിന് മുൻപായി നായകൻ ഹർദിക് പാണ്ഡ്യ മുന്നറിയിപ്പ് നൽകിയെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വരികയും ചെയ്യുന്നു. ഇപ്പോഴത്തെ ഈ വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് അവർ തന്നെ ചിലത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. റൺസ് നേടുന്നതിൽ പരാജയപ്പെട്ടാൽ ഒരു വിട്ടുവീഴ്ചയുമല്ല എന്നും ഹർദിക് മുൻ നായകൻ മുന്നറിയിപ്പ് നൽകിയതെന്നുമാണ് പ്രചാരണത്തിൽ തന്നെ പറയുന്ന ചില പ്രധാനപ്പെട്ട വിഷയം. ഇതിനെക്കുറിച്ചുള്ള വാർത്തയെല്ലാം തന്നെ സജീവമായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടും അതുപോലെ മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ടും IPL 2026 മുന്നിൽ കണ്ട ഹർദിക് പാണ്ഡ്യ രോഹിത് ശർമ്മയ്ക്ക് മുന്നറിയിപ്പ് നൽകി എന്ന തലക്കെട്ടോടെയാണ് X പ്ലാറ്റ്ഫോമിൽ ഒരു ഉപഭോക്താവ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ പോസ്റ്റ് പങ്കുവച്ചതാണെന്ന് മനസ്സിലാവുന്നുണ്ട്. റൺസ് നേടുന്നതിൽ രോഹിത് പരാജയപ്പെട്ടാൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്ന് ഹർദിക് ടീം മാനേജ്മെന്റിനെ അറിയിച്ചതായും പോസ്റ്റിൽ പറയുന്നു. ഇതോടെയാണ് ആരാധകർ വലിയ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നതും ഇത് വിവാദമായി മാറുന്നതെന്നും മനസ്സിലാക്കാം. കഴിഞ്ഞ 10 തൊട്ട് 12 വർഷമായി സീസണിൽ വരും 200-300 റൺസ് മാത്രം നേടി 120-നടുത്ത് സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്ന രോഹിത്തിന്റെ പ്രകടനത്തിൽ മുംബൈ ഇന്ത്യൻസ് മാനേജ്മെന്റിന് അതീവ നിരാശയാണെന്നും ഇത് പറയുന്നതാണ് അങ്ങനെയുള്ള നിരാശയുണ്ടെന്നും ടീമിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന കളിക്കാരിൽ ഒരാളായിട്ടും ഇത് അംഗീകരിക്കാനാവില്ലെന്നും പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങളെ മുംബൈ ഇന്ത്യൻസിന്റെ ഔദ്യോഗിക സാമൂഹിക മാധ്യമ അക്കൗണ്ട് തള്ളിക്കളയുകയും ചെയ്തിരുന്നു. ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എന്നുമാണ് ഇതിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട വിഷയം.